do not touch the constitution. അത് മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, ഈ ഭരണഘടന ഞങ്ങളുടെ ശബ്ദമാണ്, അതിനെ തൊട്ട് കളിക്കരുതെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഇന്ത്യയിലെ ജനങ്ങൾ പറഞ്ഞു. 21st century is a visual century. 21ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് കാഴ്ചകളുടെ ഒരു ലോകമാണ്. Images have become much more important. ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്ത് ഇമേജുകൾ, ചിത്രങ്ങൾ, പ്രതിച്ഛായകൾ അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. Before the election, you saw BJP leaders saying, we will tear up the constitution, we will throw the constitution away, we will change the constitution. നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേട്ടതാണ് ബിജെപിയുടെ നേതാക്കൾ പറഞ്ഞത്, ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനെ ഇല്ലാതാക്കും, ഞങ്ങൾ ഭരണഘടന എടുത്ത് കളി എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. Arrogance of power. അത് അധികാരത്തിന്റെ ധാർഷ്ട്യത്തിലാണ് അവർ പറഞ്ഞത്. After the election, you saw the Prime Minister doing this to the constitution. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ഭരണഘടനയോട് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. So you can see that the people of India have spoken. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ സംസാരിച്ചു, അവർ സംസാരിച്ചു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. And also notice that hatred has been defeated by love and affection. അത് മാത്രമല്ല, നിങ്ങൾ ഇതുകൂടി ശ്രദ്ധിക്കണം, ഈ രാജ്യത്തെ വെറുപ്പിനെ ഈ രാജ്യത്തെ ജനങ്ങൾ സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു. Arrogance has been defeated by humility. ധാർഷ്ട്യത്തെ വിനയം കൊണ്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നു. In fact, the truth is the Prime Minister barely escaped in Varanasi. നിങ്ങൾക്കറിയോ, സത്യം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി വാരണാസിയിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് എന്നതാണ് സത്യം. And he would have been defeated himself in Varanasi. അദ്ദേഹം തന്നെത്താൻ അവിടെ പരാജയപ്പെട്ടേനെ വാരണാസി.